بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് സഹായങ്ങൾ, ആ രണ്ട് സഹായങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഒന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്, രണ്ട് അബൂ ത്വാലിബാണ്. അതോടുകൂടെ ശക്തമായ മാനസിക പ്രയാസത്തിലേക്ക്, അതുപോലെ തന്നെ ശത്രുക്കളുടെ അക്രമത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന് പ്രവേശിക്കേണ്ടി വന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശേഷം റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സൗദ റളിയല്ലാഹു തആല അൻഹയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുമാണ്. റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ചരിത്രം ഇതുപോലെ ഒരു റമദാനിൽ വിശദമായി കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് കേൾക്കണം. അത് കേട്ട് സൗദ റളിയല്ലാഹു തആല അൻഹയുടെയും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും ഒക്കെ ചരിത്രം, നമ്മുടെ ഉമ്മമാരുടെ ആ ചരിത്രം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ അതിൽ ആരുടെ വിവാഹമാണ്, ആരുടെ അഖ്ദാണ് ആദ്യം നടന്നത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടേതാണ് ആദ്യം വിവാഹം അഖ്ദ് നടന്നത്, വിവാഹ കരാർ നടന്നത്. എന്നാൽ ആദ്യം വീട് കൂടിയത് സൗദ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അല്ല, ആദ്യം സൗദ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള വിവാഹ കരാറാണ് നടന്നത് എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായിക്കൊണ്ട് പിന്നീട് വീട് കൂടിയത്, ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശേഷം റസൂലുള്ളാഹി ജീവിതം ആരംഭിച്ചത് സൗദ ബിൻത് സംഅ റളിയല്ലാഹു തആല അൻഹയുമായിട്ടാണ്. 3 വർഷക്കാലം മറ്റൊരു ഭാര്യ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പിന്നീടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി വീട് കൂടുന്നത്, മദീനയിൽ വെച്ചുകൊണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ അക്രമങ്ങൾ ശക്തമായി, റസൂലുള്ളാഹിക്ക് ശക്തമായ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതുവരെ സംരക്ഷിക്കാൻ അബൂ ത്വാലിബ് ഉണ്ട്, കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ ഉള്ളിൽ നിന്നുള്ള ഒരു സഹായം, തൊട്ടരികിലുള്ള സഹായമായി ഖദീജ റളിയല്ലാഹു തആല അൻഹയുണ്ട്. എന്നാൽ അബൂ ത്വാലിബിന്റെ വഫാത്തോടുകൂടെ പ്രയാസങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രവാചകന്റെ അയൽക്കാരാണ് അബൂ ലഹബ്, ഉഖ്ബ ഇബ്നു അബി മുഅയ്ത്. റസൂലുള്ളാഹിയുടെ അയൽവാസികളാണ്. അയൽവാസികൾ ചെയ്യുന്നൊരു പണി, അവരുടെ വീട്ടിലെ മാലിന്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നിടും. അവരുടെ വീട്ടിലേത് മാത്രമല്ല, മറ്റു ഉപദ്രവങ്ങൾ അത് എവിടെയെല്ലാം ഉണ്ടോ അത് തെരഞ്ഞുപിടിച്ച് റസൂലുള്ളാഹിയുടെ വീടിന്റെ മുന്നിൽ, റസൂലുള്ളാഹിയുടെ ബാബിന്റെ മുന്നിൽ അത് കൊണ്ടുവന്ന് ഇടുക എന്നത് അവരുടെ ഒരു ഹോബിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് വാതില് തുറന്നാൽ കാണുന്നത് അവര് കൊണ്ടുവന്നിട്ട മാലിന്യങ്ങളാണ്. പ്രവാചകന്റെ വീട്ടിൽ, പ്രവാചകന്റെ വഴികളിൽ അങ്ങനെ പിറകെ നടന്ന് റസൂലുള്ളാഹിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ ബനി അബ്ദി മനാഫ് അയ്യു ജിവാരിൻ ഹാദ. ഇതെന്തൊരു അയൽപ്പക്ക ബന്ധമാണ്. അയൽപ്പക്ക ബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കേണ്ട, ഒരു പ്രയാസഘട്ടത്തിൽ താങ്ങാകേണ്ട, ഇവിടെ ഒരു അപകടം വന്നാൽ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തേണ്ട ആളുകളല്ലേ. എന്തൊരു അയൽപ്പക്ക ബന്ധമാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊരു ഉപദ്രവമാണ് അയൽക്കാരെന്ന നിലയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി അവരോട് ചോദിക്കുമായിരുന്നു എന്നാണ് ചരിത്രം. ഒരിക്കൽ ഉർവത്ത് ബിൻ സുബൈർ സഹാബിയല്ല, താബിഇയാണ്.
ഫുഖഹാ സബഈൽപ്പെട്ട 7 താബികളിലെ 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട പ്രമുഖനാണ് ഉർവ. അദ്ദേഹം അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അഖ്ബിർനി ബി അശദ്ദി ഷൈഇൻ സ്വനഅഹുൽ മുശ്രികൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചെയ്ത ഏറ്റവും വലിയൊരു ഉപദ്രവം അതൊന്ന് പറഞ്ഞു നൽകുമോ? അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നുൽ ആസ് അദ്ദേഹം കണ്ട ഏറ്റവും ശക്തമായ ഉപദ്രവമാണ് പറയുന്നത്. വേറെയും ഈ പറയുന്നതിനേക്കാൾ തീക്ഷ്ണമായ ശക്തമായ പരീക്ഷണങ്ങളിലൂടെ റസൂലുള്ളാഹി കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ റസൂലുള്ളാഹി ഏറ്റവും പ്രയാസപ്പെട്ട ഒരു രംഗം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ റസൂലുള്ളാഹി കഅബയുടെ അരികിൽ നമസ്കരിക്കുന്നു. ഉഖബ ഇബ്നു അബി മുഅയ്ത് ലഅനഹുല്ലാഹ്, ആ മനുഷ്യൻ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്നു. ഒരു തുണി കൊണ്ട് പ്രവാചകന്റെ കഴുത്തിൽ ശക്തമായി വരിഞ്ഞു മുറുക്കുകയാണ് അയാൾ. അള്ളാഹുവിന്റെ റസൂലിനെ അയാൾ അടിച്ചു. പ്രവാചകന്റെ കഴുത്തിൽ ആ തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രയാസം അനുഭവിച്ചു. ഈ രംഗം കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഓടി വരികയും അബൂബക്കർ സിദ്ദീഖ് പ്രതിരോധിക്കുകയും ചെയ്യുകയാണ്. അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കുകയാണോ, കൊല്ലുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പ്രതിരോധമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാറി. ഇത് ഒരു രംഗം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി കഅബയുടെ അരികിൽ നമസ്കരിക്കുകയാണ്. അബൂജഹലും കൂട്ടാളികളും അവിടെ ചുറ്റുമിരിക്കുന്നു. ഷിർക്കിന്റെ കൊടിമരങ്ങൾ പരിഹസിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറുപടിയും നൽകാതെ ആ നമസ്കാരത്തിൽ മുഴുകി സൃഷ്ടാവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന മനോഹരമായ രംഗം. അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആരാണ് മുഹമ്മദിന്റെ മുതുകിൽ ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിടുക? നോക്കൂ, എത്ര ക്രൂരമായ മനസ്സാണ്. ആദർശം പറഞ്ഞതിന്റെ പേരിൽ, തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ മറ്റെന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ അവർക്കില്ലല്ലോ. റസൂലുള്ളാഹി മോഷ്ടിച്ചു എന്നോ, റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് ഒരു അസഭ്യം വന്നു എന്നോ, ഒരു കളവ് കേട്ടു എന്നോ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വെറുപ്പുള്ള എന്തെങ്കിലും പ്രവർത്തനം ചെയ്തു എന്ന് അങ്ങനെ ഒരു എതിരഭിപ്രായവുമില്ല. ഇന്നുവരെ നാവിൽ നിന്ന് ഒരു കളവ് കേൾക്കാത്ത സത്യസന്ധനായ മാന്യനായ, അയൽവാസികളോട് മാന്യമായി പെരുമാറുന്ന, അതിഥികളെ ആദരിക്കുന്ന, പാപങ്ങൾക്ക് ഭക്ഷണമായി മാറുന്ന, പട്ടിണിയാണ്, പ്രയാസാണ്. മദീനയിലെ അല്ലെങ്കിൽ മക്കയിലെ പാവങ്ങളുടെ പേരെഴുതിയാൽ അതിൽ റസൂലുള്ളാഹി ഉണ്ട്. പക്ഷേ അതേ മക്കയിൽ, അതേ മദീനയിൽ പാവങ്ങളെ ഏറ്റവും അധികം സഹായിച്ചവരുടെ പേരിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അതാണ് പ്രവാചകന്റെ പ്രത്യേകത. അങ്ങനെയുള്ള പ്രവാചകനെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് ഇടാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട്? അവിടെയും ഉഖബ ഇബ്നു അബി മുഅയ്ത് അയാൾ എഴുന്നേറ്റു. പ്രവാചകൻ സുജൂദിൽ കിടക്കുമ്പോൾ ഭാരമുള്ള, ദുർഗന്ധമുള്ള ആ ഒട്ടകത്തിന്റെ ആ ശരീരഭാഗം അത് പ്രവാചകന്റെ ചുമലിൽ വെച്ച്, പ്രവാചകന്റെ മുതുകിൽ വെച്ച് ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. റസൂലുള്ളാഹി പ്രയാസപ്പെടുന്നത് കണ്ട്, സുജൂദിൽ തന്നെ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് ഷിർക്കിന്റെ കുടിമരങ്ങൾ, ഷിർക്കിന്റെ കൂട്ടാളികൾ അവര് പൊട്ടിച്ചിരിക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. ഈ രംഗം കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഓടി വരുന്നു. റസൂലുള്ളാഹി സാജിദുൻ ലാ യർഫഉ റഅസഹു, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലാണ്, അദ്ദേഹത്തിന് തല ഉയർത്താൻ കഴിയുന്നില്ല. ഫാത്തിമ ഓടി വന്ന് പ്രവാചകന്റെ മുതുകിൽ നിന്ന് ആ മാലിന്യങ്ങൾ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തുകയാണ്. ഫറഫഅ റഅസഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് തല ഉയർത്തി. സുമ്മ ഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ
അലൈക ബി ഖുറൈശ് സലാസ മർറാത്തിൻ. അല്ലാഹുവേ, ഖുറൈശികളുടെ കാര്യം അത് നീ നോക്കണമേ, നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന രൂപത്തിൽ 3 തവണ ആ ആളുകൾക്കെതിരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പൊട്ടിച്ചിരിച്ച, റസൂലുള്ളാഹിയെ പ്രയാസപ്പെടുത്തിയ ഷിർക്കിന്റെ ആ കൂട്ടാളികൾ അവര് മുഴുവൻ ബദറിൽ മരണപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുചെന്നിട്ട ആ കിണറിൽ അവരുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ബദറിലെ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട ആ കിണറ്റിൽ അബൂജഹൽ ഉണ്ടായിരുന്നു, ഉത്ബയുണ്ടായിരുന്നു, ഷൈബയുണ്ടായിരുന്നു, വലീദ് ഉണ്ടായിരുന്നു, ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ടായിരുന്നു, ഉഖ്ബയുണ്ടായിരുന്നു. ഈ മുഴുവൻ ആളുകൾ ആ കിണറിലുണ്ട്. അതിൽ ഉഖ്ബ ഒഴികെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ്, ഇവരെയെല്ലാം ഞാൻ ബദറിലെ കിണറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉഖ്ബയല്ലാത്തവർ യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. അബൂജഹൽ യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. ഉത്ബയും ഷൈബയും വലീദും ഉമയ്യയും അവർ ബദറിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഉഖ്ബ അയാളെ പിടികൂടുകയും പിന്നീട് വധിക്കുകയുമാണ് ചെയ്തത്. വേറെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ച ആളുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തടിച്ചിട്ടുണ്ട്, തോന്നിവാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിഹാസപ്പേരുകൾ വിളിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തി. വഹുവ ജാലിസുൻ ഹസീനൻ, ദുഃഖിതനായി അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. രക്തപ്പാടുകൾ പ്രവാചകന്റെ ശരീരത്തിലുണ്ട്. ലറബഹു ബഅദു അഹ്ലി മക്ക, മക്കയിലെ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ പ്രഹരിച്ചിരിക്കുന്നു, അടിച്ചിരിക്കുന്നു. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് പച്ചവിരിച്ച പരവതാനികളിലൂടെയുള്ള യാത്രയല്ല. പൂമൊട്ടുകളും പൂച്ചെണ്ടുകളും നൽകി സ്വീകരിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. പ്രബോധനം എന്നും കലുഷിതമാണ്. തൗഹീദ് മനസ്സിലാക്കി തൗഹീദുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് പ്രയാസം നിറഞ്ഞതാണ്. നല്ല സ്വബർ വേണം, നല്ല ക്ഷമ വേണം. റസൂലുള്ളാഹിയെ ശക്തമായി ഉപദ്രവിച്ച് രക്തപ്പാടുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി ദുഃഖിതനാണ്, വേദനയിലാണ്. ജിബ്രീൽ ആശ്വാസമായി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, മുഹമ്മദ്, ഒരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നൽകട്ടെ? ഒരു ആശ്വാസമായിക്കൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ. ഫനളറ ഇലാ ശജറത്തിൻ മിൻ വറാഇൽ വാദി, ഒരു താഴ്വരയിൽ ഒരു മരമുണ്ട്. ആ മരത്തിലേക്ക് ജിബ്രീൽ നോക്കി. ആ മരത്തെ അരികിലേക്ക് വിളിച്ചു. ആ മരം മുന്നിലേക്ക് നീങ്ങി വന്നു. പിന്നീട് അതിനോട് മടങ്ങാൻ ജിബ്രീൽ കൽപ്പിച്ചു. മനുഷ്യരൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്. ആ മരത്തോട് പഴയ സ്ഥലത്തേക്കു തന്നെ മടങ്ങാൻ കൽപ്പിച്ചു. ഫറജഅത് ഇലാ മക്കാനിഹ, ആ പഴയ മുൻപ് ഉണ്ടായിരുന്ന അതേ സ്ഥലത്തേക്കു തന്നെ ആ മരം മടങ്ങി എന്ന് ഹദീസുകളിൽ കാണാം. ഫഖാല റസൂലുള്ളാഹി ഹസ്ബി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, എനിക്ക് ഇത് മതി. ഒരു ആശ്വാസമായി, ഒരു സാന്ത്വനമായി ഇത് മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി ജിബ്രീലിനോട് അവിടെ മറുപടി പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പരീക്ഷണ ഘട്ടങ്ങളിൽ, ദുഃഖം നിറഞ്ഞ ജീവിതത്താളുകളിൽ ആശ്വാസത്തിന്റെ വഹ്യുമായി, സന്ദേശങ്ങളുമായി അള്ളാഹു പലതവണ ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.